ഹായ്, വെൽക്കം ബാക്ക്. നാട്ടിൽ നിന്ന് ഒരുപാട് മാങ്ങ കൊണ്ടുവന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചതാണേ. 3 കപ്പ് നല്ല പഴുത്ത മാങ്ങ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ചെനഞ്ഞ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. പച്ചമാങ്ങയാണെങ്കിലും ചെനഞ്ഞ മാങ്ങയാണെങ്കിലും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. വേവ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് മാങ്ങ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം വേണം ഇതിലോട്ട് ഇതുപോലെ 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് അനുവദിക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം 2-3 ബാച്ചുകളായി മാങ്ങ അടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിതിപ്പോൾ എടുത്തു വെക്കുന്നില്ല, പകരം അപ്പം തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാംഗോ ജ്യൂസ് റെഡിയായി കഴിഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മാംഗോ ജ്യൂസ് അല്ലല്ലോ, മാംഗോ സ്ക്വാഷ് അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ അടിച്ചെടുത്ത മാങ്ങ ഇതുപോലൊന്ന് സ്ട്രെയിനറിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പാകം ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ട് കുറച്ച് വലിയ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഏകദേശം 2-2.5 കപ്പ് പഞ്ചസാര വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിതിപ്പോൾ 1 കപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ട് തിളപ്പിച്ച് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ സ്ക്വാഷ് റെഡിയായി കഴിഞ്ഞു. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തണിയാനായിട്ട് അനുവദിക്കാം. വെള്ളം പോലെയുമല്ല, ഒരുപാട് തിക്കായിട്ടും അല്ല കേട്ടോ. അറിയാലോ, സ്ക്വാഷിന്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കി വെക്കുക. ഇതിപ്പോൾ നമ്മുടെ സ്ക്വാഷ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ സ്ക്വാഷ് ഉണ്ടാവേണ്ടത്. ഇതുപോലെ സ്റ്റെറൈൽ ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഈ സ്ക്വാഷ് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന കയ്യിലോ ബോട്ടിലോ മറ്റു പാത്രങ്ങളിലോ ഒട്ടും തന്നെ ജലാംശം പാടില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഈ സ്ക്വാഷ് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിച്ചു വെക്കാനായിട്ട്. 1 മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതും മാസയുടെ രുചിയിലുള്ള മാംഗോ സ്ക്വാഷ് റെഡിയായി കഴിഞ്ഞു. ഒട്ടും തന്നെ പ്രിസർവേറ്റീവ്സോ ഫുഡ് കളറോ ഒന്നും ചേർക്കാത്ത സ്ക്വാഷ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുട്ടികൾ ഏത് നേരത്ത് മാംഗോ ജ്യൂസ് ചോദിച്ചാലും ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ട്രൈ ചെയ്ത് നോക്കണേ.